എന്നോട് പറഞ്ഞു ഉസ്താദ് കൂടെ കയറാ. എന്നെ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുപോയി. ഞാൻ നോക്കുമ്പോൾ ഒരടിക്കുള്ള ആളുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 10-40 പേരുണ്ട്, ഒരു ജുമായിക്കുള്ള ആളുണ്ട്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചു, ഇവരങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ മിണ്ടാതെ ഇരുന്നു. അപ്പൊ പ്രസിഡന്റ് എന്നോട് ചോദിച്ചു, ഉസ്താദ് എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ മിണ്ടാനാ? എനിക്ക് ഇവരോട് ആരോടും എനിക്ക് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ആ പയ്യനോടും പെണ്ണിനോടും ഒന്ന് 10 മിനിറ്റ് സംസാരിക്കണം. ഉടനെ പെണ്ണിന്റെ വാപ്പ പറയാ, എല്ലാ ചർച്ചയും കഴിഞ്ഞതാ, ഇനി ആരും സംസാരിക്കണ്ട. അയാക്കാവാശി. ഉടനെ പയ്യന്റെ വീട്ടുകാര് പറഞ്ഞു, ഉസ്താദ് സംസാരിച്ച എന്താ കുഴപ്പം, ഉസ്താദ് സംസാരിക്കട്ടെ. എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അയാളോടുള്ള വൈരാഗ്യം കൊണ്ട്. അങ്ങനെ ഇവര് എല്ലാരും കൂടെ പിന്നെ എനിക്ക് വേണ്ടി വഴക്കായി. അവസാനം പറഞ്ഞു, ഉസ്താദല്ലേ സംസാരിക്കട്ടെ. ഞാൻ ഇതിന് രണ്ടിനെയും വിളിച്ചുകൊണ്ട് മദ്രസയുടെ മുകളിൽ പോയിട്ട് ഞാൻ രണ്ടുപേരെയും വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു, മക്കളെ എന്താ പ്രശ്നം? ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവിടെ ബദർ യുദ്ധമാണോ അതോ ഉഹദ് യുദ്ധമാണോ, കൊടുങ്കാറ്റാണോ ഇടിയാണോ, എന്താ നടന്നെന്ന് എനിക്കറിയില്ല. എടാ, പള്ളിയിലെ ഹതീബ മുമ്പിൽ ഇരിക്കുന്നെന്ന് പോലും അവരെ ഓർത്തില്ല. അവർ എന്തൊക്കെ പറയാൻ പറ്റുമോ അത് മുഴുവനും പറഞ്ഞു. പിന്നെ പൊട്ടനെ പോലെ സുമ്മുൻ ബുക്കുമുൻ ഓമിയും ഫോമിലായി അറിഞ്ഞു. ഞാൻ മിണ്ടാതങ്ങിരുന്ന് കേട്ടുമില്ല. എന്തായാലും പറയട്ടെ എന്ന് വിചാരിച്ചു. എടാ വാടാ പോടാ, അടിക്കാൻ കൈവെക്കുന്നുണ്ട്. അള്ളാഹു, ഞാൻ വേണ്ട, എനിക്കൂടെ കിട്ടുമെന്ന് പേടിച്ച് മിണ്ടാതിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കുറേ നേരം സംസാരിച്ചു. രണ്ടുപേരും പറഞ്ഞു, ക്ഷീണിച്ചു. വെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ പോയതൊക്കെ പോട്ടടാ, നിന്റെ ഭാര്യയല്ലേടാ, ഒന്ന് ഒരു അവസരം കൂടെ കൊടുത്തൂടെ, ഒന്ന് നിങ്ങൾക്ക് ജീവിച്ചൂടെ ഇവളുടെ കൂടെയോ? അങ്ങനൊന്നും അല്ല അവൻ പറഞ്ഞത്, ഞാനിവിടെ വെച്ച് പറയണില്ല, നിങ്ങൾ ഊഹിച്ചാ മതിയായി അവൻ എന്താ പറഞ്ഞിട്ടുണ്ടാവുക. ഇവളുടെ കൂടെയോ? അടച്ച റബ്ബേ. അവസാനം എന്തായാലും എനിക്ക് മനസ്സിലായി ഇവര് രണ്ടുപേരും ഇനി ജീവിക്കൂലെന്ന്. അവസാനം ഞാൻ പറഞ്ഞു, 8ാമത്തെ ഒരടവുണ്ടല്ലോ, ഞാൻ ഇവരോട് പറഞ്ഞു, മക്കളെ എന്തായാലും നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചു. താഴെ ചെന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാർ നിങ്ങളെ വിളിച്ചു കൊണ്ടുപോകും. കഴിഞ്ഞു. ഇത്രയും കാലം എന്തായാലും ഒരുമിച്ച് ജീവിച്ചതല്ലേ, എന്നാ കെട്ടിപ്പിടിച്ചു പൊരുത്തം ചോദിച്ചിട്ട് ഇറങ്ങിപ്പോക്കോ. രണ്ടുപേരും ഒന്ന് കെട്ടിപ്പിടിച്ചു പൊരുത്തം ചോദിക്ക്. ഇനി അവസരം ഒന്നും തരൂല, താഴെ അടി നടക്കുക. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എന്തായാലും പിരിയ, എന്നാ ഒന്ന് പൊരുത്തം ചോദിച്ചിട്ട് രണ്ടുപേരും പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, മദ്രസയുടെ വാതിലടച്ചിട്ട് പുറത്തിറങ്ങി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു, വാതിൽ തുറക്കണില്ല. എനിക്ക് വല്ലാത്ത ടെൻഷനായി. ഈ മദ്രസയുടെ വാതിൽ തുറക്കുന്നില്ല, വല്ലാത്ത പേടി. 5 മിനിറ്റ് കഴിഞ്ഞു, 7 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു, പടച്ചോനെ താഴെയാണെങ്കിൽ ബദർ യുദ്ധം നടത്താനുള്ള ആളിരിക്കുന്നുണ്ട്, ഇതുങ്ങൾ രണ്ടും ഇറങ്ങി വരുന്നില്ല. അവസാനം എന്റെ ക്ഷമ കെട്ടു. ഞാൻ ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ചെന്നപ്പോ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് കരയുന്നുണ്ട്. ഞങ്ങൾക്ക് ജീവിക്കണം ഉസ്താദേ, ഞങ്ങളെ പിരിപ്പിക്കരുത്. ഇത്രയേ ഉള്ളടോ, ഇത്രയേ ഉള്ളൂ. ഞാൻ അവരോട് പറഞ്ഞു,